എൻ്റെ പേര് ജ്വാല. ഇത് ഭർത്താവ് സനൂഷ്. ഞങ്ങളുടെ മകള് അനാമിക. ഞങ്ങൾ കണ്ണൂരാണ് സ്ഥലം. കുഞ്ഞിന് മുറിച്ചുണ്ടും മുറി അണ്ണാക്കും ഉണ്ടായിരുന്നു. ഇപ്പം മുറിച്ചുണ്ടിൻ്റെ സർജറി കഴിഞ്ഞു. ഞങ്ങൾ ഡെലിവറിക്ക് മുന്നേ 5-ാം മാസത്തെ അനോമലി സ്കാനിങ്ങിൽ തന്നെ അറിഞ്ഞിരുന്നു. പക്ഷേ ഇത്രത്തോളം ഡീപ്പാണെന്നുള്ള കാര്യം ഞങ്ങൾ അത്രക്കും പ്രതീക്ഷിച്ചില്ലെങ്കിലും അവർ പറഞ്ഞത് ചെറിയൊരു തരത്തിൽ, അത്രക്ക് വലിയ പേടിക്കേണ്ട തരത്തിലായിട്ടില്ല, ചെറിയൊരു ഇതായിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. നേരിട്ട് ഇവന് ഈ ഒരു സമയം ആയിട്ട് വരെ എനിക്കെന്നെ കുഞ്ഞിന് നേരിട്ട് പാല് കൊടുക്കാൻ പറ്റിയില്ല. ബട്ട് അതൊന്നും ഇല്ലാതെ ഇപ്പം ഇത്രയ്ക്ക് ഹാപ്പി ആയത് കുഞ്ഞിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷമാണ്. സർജറിക്ക് പോയത് ഞങ്ങളുടെ സെൻറ്റ് തോമസ് മലക്കര ഹോസ്പിറ്റലാണ്. മാത്യു സാർ, ഡോക്ടർ PC മാത്യു സാറിൻ്റെ ടീമായിരുന്നു. ഈവൻ സാറിനെ ആയാലും അവിടുത്തെ സ്റ്റാഫിനെ ആയാലും വളരെ സപ്പോർട്ടീവായിരുന്നു. അതുപോലെ വളരെ മോട്ടിവേഷനുമായിരുന്നു. ഇപ്പം കുഞ്ഞിന് 10 മാസമായി, 10 മാസം കഴിഞ്ഞു. കുഞ്ഞ് വളരെ ആക്റ്റീവാണ്. ആ ഒരു ലിപ്പിൻ്റെ അതും പാലറ്റിൻ്റെ അതും കംപ്ലൈൻ്റ് അല്ലാതെ വേറെ ഒരു തരത്തിലും എൻ്റെ കുഞ്ഞിന് വേറെ ഒരു ഇത് വന്നില്ല. ഇപ്പം എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇവൻ അവരുടെ ടീം തന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനവും. ഇപ്പോഴും ധൈര്യം തരുന്നത് അവർ തന്നെയാണ്. നന്ദി പറയേണ്ടത് നമ്മളെ അമ്മയും കുഞ്ഞിലും ഹോസ്പിറ്റലിലെ പ്രീമിയം മേഡത്തിന് വിടാം. കാരണം വെച്ചാൽ അത്ര റിസ്ക് എടുത്തിട്ട് അന്ന് രാത്രി തന്നെ ഈ മാത്യു സാറിനെ പരിചയപ്പെട്ട് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളെ പരിചയപ്പെടുത്തി. അന്ന് തന്നെ സാറ് വീഡിയോ കോളിൽ കൂടി നമ്മൾ മോളെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പരിചയപ്പെട്ടതിന് ശേഷം സാറിൻ്റെ മോട്ടിവേഷൻ, അവരുടെ ടീമിൻ്റെ തന്നെ മോട്ടിവേഷൻ, ഞങ്ങൾ ഇത്രയും ധൈര്യത്തിൽ ഇങ്ങനെ ഇത്രയും മുന്നോട്ട് പോകാൻ കാരണം. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കോൺടാക്റ്റൊക്കെ ചെയ്യും മോളുടെ ഇതിൽ അന്വേഷിക്കാൻ വേണ്ടി. ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ഇതാണ് സാറല്ലെങ്കിൽ സാറിൻ്റെ. പിന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ വലിയ വലിയ റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 ലക്ഷം 11 ലക്ഷമൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആശുപത്രികളിൽ നിന്ന്. പിന്നെ മാത്യു സാറിന് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, ദൈവം പോലെ തന്നെ ശരിക്കും മുന്നിൽ കൊണ്ട് തന്നത്. പിന്നെ സാറിന് അവിടെ എത്തിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മുന്നോട്ടുള്ളൊരു ധൈര്യം കിട്ടിയത് അവിടെ എത്തിയതിന് ശേഷമാണ്. സാറിനോടും പ്രത്യേകിച്ച് മാത്യു സാറിനോടും ടീമിനോടും ആ ഹോസ്പിറ്റലിനോടും പിന്നെ എന്താ പറയുക പറഞ്ഞാൽ തീരാത്ത ഇത് തന്നെയാണ്, നന്ദിയാണ്. ഇപ്പം എല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. കുഞ്ഞ് അതുപോലെയായിട്ട് എല്ലാം കൊണ്ട് ആക്റ്റീവുമാണ്. ഈ ഒരു ഇത്രക്കും ഹാപ്പിയാക്കി തന്നത് തന്നെ ഞങ്ങളുടെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ പ്രീമ മേഡം ആയാലും, അതേപോലെ തന്നെ ഞങ്ങളെ സർജറി ഡോക്ടേഴ്സ് ഷാർലി സാറും മാത്യു സാറും അവരുടെ ടീമിനും എന്താ പറയുക വലിയൊരു നന്ദിയുണ്ട്. അവർ തന്നെയാണ് ഞങ്ങൾ ഇത്രക്കും ഹാപ്പിയാവാൻ കാരണം.